പ്രിയപ്പെട്ടവരെ, സുഖമാണല്ലോ. വെൽക്കം ടു ഡേ 38 ഓഫ് അവർ ജേർണി. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള വചനങ്ങൾ നമുക്ക് ധ്യാനവിഷയമാക്കാം. ദ വേൾഡ്സ് ഹേറ്റഡ്. ഒരിക്കൽ ഒരു കർഷകൻ വഴിയിൽ വീണ് കിടന്ന ഒരു കഴുകൻ കുഞ്ഞിൻ്റെ മുട്ടയെടുത്ത് തൻ്റെ വീട്ടിലെ കോഴികളുടെ കൂടെ വെച്ചു. മുട്ട വിരിഞ്ഞു വന്ന കഴുകൻ കുഞ്ഞ് വിചാരിച്ചത് താനും ഒരു കോഴിയാണെന്നാണ്. അത് കോഴികളെ പോലെ തറയിൽ കൊത്തി നടന്നു. ഒരു ദിവസം ആകാശത്ത് രാജ്യമായി പറക്കുന്ന ഒരു കഴുകനെ കണ്ടപ്പോൾ അത് ചോദിച്ചു, ആരാണത്? കോഴികൾ പറഞ്ഞു, അതൊരു കഴുകനാണ്. അവൻ ആകാശത്തിൻ്റെതാണ്, നമ്മൾ ഈ തറയിലുള്ളവരും. പക്ഷെ ആ കുഞ്ഞു കഴുകൻ ചിറകടിച്ചുയർന്നപ്പോൾ അതിന് മനസ്സിലായി, താൻ ഈ തറയിലുള്ള കോഴികളുടേതല്ല, മറിച്ച് ആ വലിയ ആകാശത്തിൻ്റെതാണ്. ഡോണ്ട് ലിമിറ്റ് യുവർസെൽഫ് ടു ദ ഗ്രൗണ്ട് വെൻ യു വെയർ ബോൺ ഫോർ ദ ഹൈറ്റ്സ്. ലോകം നിങ്ങളെ താഴെ നിർത്താൻ നോക്കിയാലും നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഈ വചനത്തിൽ നിന്ന് നമുക്ക് ഇന്ന് ഒരു പ്രധാന കാര്യം പഠിക്കാം. ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റേതല്ല. യു ബിലോങ് ടു ഹെവൻ. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. ദ വേൾഡ് ലവ്സ് ഇറ്റ്സ് ഓൺ. പക്ഷെ യേശു നമ്മെ ഈ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ലോകത്തിന് നമ്മോട് ഒരു അകൽച്ച തോന്നാം. നാം സത്യത്തിനു വേണ്ടി നിൽക്കുമ്പോൾ, സ്നേഹത്തിനു വേണ്ടി നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒറ്റപ്പെടലുകൾ അനുഭവപ്പെടാം. അത് നാം ശരിയായ വഴിയിലാണെന്നതിൻ്റെ അടയാളമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും നമ്മെ പുകഴ്ത്തണം എന്ന് നാം ആഗ്രഹിക്കാറില്ലേ? പക്ഷേ യേശുവിനെ അനുഗമിക്കുമ്പം ചിലപ്പോൾ നമുക്ക് വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടി വരും. ഇന്ന് ഓഫീസിലായാലും സുഹൃത്തുക്കൾക്കിടയിലായാലും ഒരു തെറ്റായ കാര്യത്തിന് നോ പറയാൻ മടിക്കരുത്. ലോകം നിങ്ങളെ തള്ളിക്കളഞ്ഞാലും സ്വർഗം നിങ്ങളെ ചേർത്ത് പിടിക്കും. ഇഫ് ദ വേൾഡ് റിജക്ട്സ് യു ഫോർ യുവർ ഫെയ്ത്ത്, റിമെമ്പർ ദാറ്റ് യുവർ ട്രൂ ഹോം ഈസ് നോട്ട് ഹിയർ. സ്റ്റാൻഡ് ഫേം ഇൻ ദ ട്രൂത്ത്. ലോകത്തിൻ്റെ അംഗീകാരത്തെക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മുൻഗണന നൽകാം. God's approval is more important than the world's applause. ഈ ചിന്ത നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.